എൻ്റെ പേര് അൻഷാദ്, വൈഫ് ആശ. എൻ്റെ 2 കുട്ടികളാണ്. ഇതെൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ മകൾ. ഞങ്ങൾ രണ്ടുപേരും IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ചധികം നാളായിട്ടൊരു വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ മെയിനായിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ സമയം കിട്ടാറില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഒരുപാട് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ടൊരു എൻഡ് ടു എൻഡ് ചെയ്യുന്ന, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ട് ഫേമിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഒരു റെഫറൻസ് തന്നത്. ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഈ പ്രോജക്റ്റിൻ്റെ എൻഡ് ടു എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്റ്റേജസിലും നമുക്ക് ഇപ്പം ഒരു ക്ലയൻറ്റ് എന്ന നിലയിൽ എൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസും പിന്നെ ആർക്കിടെക്ട് ഫേം എന്നുള്ള രീതിയിൽ അവരുടെ സജഷൻസും തമ്മിൽ കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പല ഏരിയാസിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കതെല്ലാം സോൾവ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റും അവരുടേതുമായിട്ട് ഒരു കമ്പൈൻ ചെയ്ത് ഒരു മ്യൂച്വലി അഗ്രിയബിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഒരു അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റബിൾ ഫാക്ടറായിട്ട് തോന്നിയത്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ ഏരിയാസും ഓരോ ഇതും ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ സെലക്ഷൻസ് ആണ്. അത് മാക്സിമം നമ്മൾ ഇപ്പം വീക്കെൻഡ്സിലൊക്കെ ചെയ്യാൻ നോക്കി. ബട്ട് ദർ ആർ സിറ്റുവേഷൻസ് വെയർ ഡ്യൂറിങ് ദ വീക്ക് നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പം ഹൗ ദാറ്റ് വർക്ക് വാസ് വാട്സാപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വി ഗെറ്റ് ഇൻ ടു സൂം കോൾസ്. അപ്പം അങ്ങനൊരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ വാസ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് ദാറ്റ് വാസ് സീംലെസ് ഓൾസോ. സോ ദാറ്റ് റിയലി ഹെൽപ്ഡ് ഔട്ട് ഇൻ ഗെറ്റിംഗ് തിങ്സ് മൂവിങ് വെരി ഫാസ്റ്റ്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ആദ്യത്തെ സന്ദർശനത്തിൽ തന്നെ തോന്നി. അത് കൺസ്ട്രക്ഷൻ നടത്തുന്ന കോൺട്രാക്ടറെ സമീപിച്ച് അദ്ദേഹത്തോട് ഞാനത് കാണിച്ചു കൊടുക്കുകയും അത് ശരിക്ക് അദ്ദേഹം പഠിക്കുകയും അത് ഉടനടി നേരെയാക്കിക്കോളാമെന്ന് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു കണ്ടീഷനിലെത്തുകയും ചെയ്തു. വർക്ക് ആദ്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടുകളുണ്ടായെങ്കിലും എന്നോട് അദ്ദേഹം പറഞ്ഞു, ഫിനിഷിങ് കഴിയുമ്പോൾ അങ്കിൾ നോക്കിയോ, ഇത് നല്ല ഭംഗിയായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. ആ വാക്ക് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. വീട് പണി നടക്കുമ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ ഒരു റൂം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് കിട്ടി. ഇപ്പോൾ ഒരു ടേൺകീ കൺസൾട്ടൻറ്റിനെ മിക്കവാറും ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമില്ലാത്ത ഒരു സെറ്റ് ഓഫ് ആളുകളായിരിക്കും മെയിൻലി ആ ഒരു സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള വേറെ 2 ഫാക്ടറും ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് ട്രാൻസ്പെറൻസി ഇൻ എവറി കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ദാറ്റ് യു ഡു. അതേപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പം ഈ 3 ഫാക്ടേഴ്സാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഹൂവർ യു പിക്ക്, ഈ 3 ഫാക്ടർ ആയിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് ആക്റ്റീവ് ഡിസൈൻസ് വാസ് പ്രിറ്റി ഗുഡ് ഇൻ ദാറ്റ്. നമ്മുടെ വീടിൻ്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് തൊട്ട് ഫൈനൽ ഹാൻഡിങ് ഓവർ വരെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ഡിസൈൻ, നമ്മുടെ എക്സിക്യൂഷൻ കാര്യങ്ങൾ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് വീട് പണിയുന്ന ആൾക്കാരന് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഫോർ ആൻ ആർബിട്രറി നമ്പർ, ഇഫ് 1 crore ആണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഇറ്റ് മേ നോട്ട് എൻഡ് ഇൻ 1 crore. So you need to plan it really well. It can go up. അപ്പം അത് നമ്മളൊരു ഓവറോൾ ഫാക്ടർ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. അവിടെയാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ്. എക്സിക്യൂഷൻ ആൻഡ് പ്ലാനിങ്ങിലാണ് നമ്മൾ ഒരുപാട് എഫേർട്ട് അതിനകത്ത് ഇടേണ്ട ഒരു ഏരിയ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആക്റ്റീവ് ഡിസൈൻസിന് എല്ലാവിധ ആശംസകളും. ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കട്ടെ. ഇതിലും നല്ല പ്രോജക്റ്റുകൾ നന്നാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. വെരി ബെസ്റ്റ്.